أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. صدق الله العلي العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹശ്റിലെ 21 മുതൽ 24 കൂടി ആയത്തുകൾ അഥവാ അവസാനത്തെ 4 ആയത്തുകളാണ് ഓതി വച്ചത്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. ലൗ അൻസൽനാ, നാം ഇറക്കിയിരുന്നുവെങ്കിൽ, ഹാദൽ ഖുർആന, ഈ ഖുർആനിനെ, ഈ വിശുദ്ധ ഖുർആനിനെ നാം ഇറക്കിയിരുന്നുവെങ്കിൽ, അലാ ജബലിൻ, ഒരു പർവ്വതത്തിന് മുകളിൽ, ഒരു മലയുടെ മുകളിലേക്ക്, ലറഅയ്തഹു, താങ്കൾക്ക് അതിനെ കാണാം, താങ്കൾക്ക് ആ പർവ്വതത്തെ കാണാം, ഖാശിഅൻ, ഭയഭക്തി കാണിക്കുന്നതായിട്ട്, വിനീതമാകുന്നതായിട്ട്, മുതസദ്ദിഅൻ, പൊട്ടിപ്പിളരുന്നതായിട്ട്, മിൻ ഖശ്യത്തില്ലാഹ്, അള്ളാഹുവിനോടുള്ള ഭയം കൊണ്ട്, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് പൊട്ടിപ്പിളരുന്നതായും നിനക്കതിനെ കാണാം. വതിൽക്കൽ അംസാലു, ഈ ഉദാഹരണം അല്ലെങ്കിൽ ആ ഉദാഹരണങ്ങൾ, നദ്രിബുഹ, നാം ഉദാഹരിച്ചു കൊടുക്കുന്നു, നാം വിവരിച്ചു കൊടുക്കുന്നു, ലിന്നാസി, ജനങ്ങൾക്ക്. നാം ജനങ്ങൾക്ക് ഈ ഉദാഹരണങ്ങൾ വിവരിച്ചു കൊടുക്കുന്നത് ലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, അവർ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു. ഹുവല്ലാഹു, അവനാണ് അല്ലാഹു. ലാ ഇലാഹ, ഇലാഹില്ല, ആരാധ്യനില്ല, ഇല്ലാഹുവ, അവനല്ലാതെ. അവനാണ് അല്ലാഹു. ആ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല. ആലിമുൽ ഗൈബ്, അവൻ അദൃശ്യങ്ങൾ അറിയുന്നവനാണ്. ആലിമുൽ ഗൈബ്, അദൃശ്യങ്ങൾ അറിയുന്നവനാണ്. വശഹാദ, ദൃശ്യങ്ങളും തൊട്ട് മുമ്പിലുള്ളതും അറിയുന്നവനാണ്. ഹുവർ റഹ്മാൻ, അവൻ പരമകാരുണികനാണ്. അർ റഹീം, കരുണാനിധിയുമാണ്, കരുണാവാരിധിയുമാണ്. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു. ഹുവല്ലാഹു, അവനാണ് അല്ലാഹു. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല. അവനാണ് അല്ലാഹു. അൽ മലിക്, അവൻ രാജാവാണ്. അൽ മലിക്, അവൻ രാജാവാണ്. അൽ ഖുദ്ദൂസ്, പരമ വിശുദ്ധനാണ്, അങ്ങേയറ്റം വിശുദ്ധി പ്രാപിച്ചവനാണ്. അസ്സലാമു, സമാധാനമാണ്, രക്ഷയാണ്. അൽ മുഅ്മിനു,
അഭയകേന്ദ്രമാണ്. അവൻ മറ്റുള്ളവർക്ക് അഭയം നൽകുന്നവനാണ്. അൽ മുഅ്മിൻ, അൽ മുഹൈമിൻ, അതേപോലെ തന്നെ മേൽനോട്ടക്കാരനാണ്. മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും ജ്ഞാനമുള്ളവനാണ്. അൽ മുഹൈമിൻ. അൽ അസീസ്, പ്രതാപശാലിയാണ്. അൽ അസീസ് പ്രതാപശാലിയാണ്. അൽ ജബ്ബാർ, പരമാധികാരിയാണ്, എല്ലാം അടക്കി ഭരിക്കുന്നവനാണ്. അൽ മുതകബ്ബിർ, മഹത്വമുള്ളവനാണ്, മഹത്വം ഏറിയവനാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു പരിശുദ്ധനാണ്. അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു അങ്ങേയറ്റത്തെ പരിശുദ്ധനുമാണ്. ഹുവല്ലാഹു, അവനാണ് അള്ളാഹു. അൽ ഖാലിഖ്, അവൻ സൃഷ്ടാവാണ്. അൽ ഖാലിഖ്, അവൻ സൃഷ്ടാവാണ്, സൃഷ്ടിക്കുന്നവനാണ്. അൽ ബാരി, നിർമ്മാതാവാണ്, എല്ലാം നിർമ്മിക്കുന്നവനാണ്. അൽ മുസവ്വിർ, രൂപം നൽകുന്നവനാണ്, ആകൃതി നൽകുന്നവനാണ്. അൽ മുസവ്വിർ, അവൻ ആകൃതി നൽകുന്നവനാണ്, രൂപം നൽകുന്നവനാണ്. ലഹുൽ അസ്മാഉൽ ഹുസ്ന, അവൻ എത്രയോ ഉന്നതമായ നാമങ്ങളുണ്ട്. ലഹുൽ അസ്മാഉൽ ഹുസ്ന, അവന് അങ്ങേയറ്റം ഉത്തമമായ പല പേരുകളുണ്ട്. യുസബ്ബിഹു ലഹു, അവന് പ്രകീർത്തനം ചെയ്യുന്നു. മാഫിസ് സമാവാത്തി വൽ അർദ്, ആകാശങ്ങളിലുള്ള മുഴുവൻ, അതേപോലെ ഭൂമിയിലുള്ളത് മുഴുവൻ. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാം അള്ളാഹുവിനെ പ്രകീർത്തനം ചെയ്യുന്നു, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു. വഹുവ, അവൻ അൽ അസീസ്, പ്രതാപശാലിയാണ്. അൽ ഹക്കീം, യുക്തിമാനുമാണ്. അങ്ങേയറ്റം യുക്തിയോടെ കാര്യങ്ങൾ നിർവഹിക്കുന്നവനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. നേരത്തെ ലാ യസ്തവി അസ്ഹാബുന്നാരി വ അസ്ഹാബുൽ ജന്ന, സ്വർഗവാസികളും നരകവാസികളും ഒരിക്കലും സമമാവുകയില്ല എന്നും സ്വർഗവാസികളാണ് വിജയിക്കുന്നവരെന്നും പറഞ്ഞ് വെക്കുകയുണ്ടായി. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളായ ആളുകൾക്ക് കാര്യം ഒന്നുകൂടി വിശദീകരിച്ചു കൊടുക്കുക. അവരെല്ലാ കാര്യത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിൻ്റെ നേരെ എതിരായി പ്രവർത്തിക്കുന്നത് ഹൃദയകാഠിന്യമുള്ള പരുഷ സ്വഭാവികളായ ആളുകളാണ്. അവർക്ക് അള്ളാഹു പറഞ്ഞു കൊടുക്കണം, ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ, ഈ ഖുർആനെ എങ്ങാനും നാം ഇറക്കിയിരുന്നത് അലാ ജബലിൻ, ഒരു പർവ്വതത്തിൻ്റെ മുകളിലായിരുന്നുവെങ്കിൽ, ഒരു മലയിലേക്കാണ് ഈ ഖുർആൻ ഇറക്കിയതെങ്കിൽ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ബുദ്ധി ഒരു പർവ്വതത്തിന് നൽകുകയാണ് എങ്കിൽ, അങ്ങനെ ആ ഖുർആൻ അതിനെ ഇറക്കി കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ, ലറഅയ്തഹു ഖാശിയൻ മുതസദ്ദിയൻ മിൻ ഖശ്യത്തില്ലാഹ്, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അത് പൊട്ടിപ്പിളരും, അങ്ങേയറ്റത്തെ വിനയം കാണിക്കുകയും ചെയ്യും. ഈ ശത്രുക്കളായ ആളുകൾക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു ബോധ്യമില്ലാത്തതുകൊണ്ട് അവർ അള്ളാഹുവിനെ തെറി പറഞ്ഞുകൊണ്ടും എന്ത് അള്ളാഹു എന്നൊക്കെ ചോദിച്ചുകൊണ്ടും നടക്കും. പക്ഷേ വെറും ഒരു പർവ്വതത്തിനാണ് ഈ ബുദ്ധി കൊടുത്തിട്ട് ആ പർവ്വതത്തിന് ഈ ഖുർആൻ ഇറക്കി കൊടുത്തിരുന്നെങ്കിൽ അത് താണ് വണങ്ങി പൊട്ടിപ്പിളർന്ന് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ അങ്ങേറ്റം ഞെരുങ്ങുന്നൊരവസ്ഥ ഉണ്ടാകുമായിരുന്നു. ഇത്തരം ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അവർ ചിന്തിക്കാൻ വേണ്ടിയിട്ട്, സത്യനിഷേധികളായ ആളുകൾ ഇതെങ്കിലും മനസ്സിലാക്കിയിട്ട് മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ആരാണ് അള്ളാഹു? വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദ വർ-റഹ്മാനുർ റഹീം. അള്ളാഹു എന്ന് പറയുന്നത് അവനല്ലാതെ ആരാധനക്കർഹനായ ആരുമില്ല.
അള്ളാഹു ആലിമുൽ ഗൈബാണ്, അദൃശ്യങ്ങൾ അറിയുന്നവരാണ്. ആദ്യം പറയുന്നത് ഇവിടെ അദൃശ്യങ്ങളാണ്, പിന്നെയാണ് ദൃശ്യങ്ങളെ പറ്റി പറയുന്നത്. മറ്റുള്ള ആൾക്കാർക്കാർക്കും അദൃശ്യങ്ങൾ കാണാൻ കഴിയില്ല, അദൃശ്യങ്ങൾ അറിയില്ല. കാണാത്ത സംഗതികളെ സംബന്ധിച്ച് എങ്ങനെ ബാക്കിയുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും? അപ്പോൾ അള്ളാഹു കാണാത്തത് തന്നെ, നമ്മൾ മറ്റുള്ള ആളുകൾക്ക് കാണാൻ പറ്റാത്ത സംഗതികൾ, അതിനെപ്പറ്റി അള്ളാഹുവിന് വിവരമുണ്ട്. കാണുന്നതിനെ സംബന്ധിച്ചും അള്ളാഹുവിന് വിവരമുണ്ട്. ഇല്ലായ്മ എന്നാണ് ഗൈബിനെ സംബന്ധിച്ച് പറയുന്നത്. ഷഹാദ എന്ന് പറഞ്ഞാൽ ഉണ്മ, ഉള്ളതും ഇല്ലാത്തതുമൊക്കെ അള്ളാഹുവിന് മനസ്സിലാകുന്നതാണ്, അല്ലെങ്കിൽ അള്ളാഹു ഉൾക്കൊള്ളുന്നതാണ് എന്നർത്ഥം. അള്ളാഹു പരമകാരുണികനാണ്, കരുണാനിധിയാണ്. പൊതുവിലെല്ലാവരോടും കരുണ കാണിക്കുന്നവനാണ്, എന്നാൽ വിശ്വാസികളോട് മാത്രമായി പരലോകത്ത് കരുണ കാണിക്കുന്നവനുമാണ്. ഈ രണ്ട് കാര്യങ്ങളും സൂറത്തുൽ ഫാത്തിഹ മുതൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന സംഗതികളാണ്. വീണ്ടും പറയുന്നു ഹു അല്ലാഹു, അവൻ അല്ലാഹു, ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനക്കർഹനായ ആരുമില്ല. അൽ മലിക്, അവൻ രാജാവാണ്. അള്ളാഹുവാണ് എല്ലാം അടക്കി ഭരിക്കുന്ന, എല്ലാറ്റിൻ്റെയും ഉടയവൻ അള്ളാഹു മാത്രമാണ്. ഒരു രാജാവ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ വലുത് ആണ് അള്ളാഹുവിൻ്റെ സ്ഥാനം. അൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ സത്തയിലും ഗുണത്തിലും പ്രവൃത്തിയിലും തീരുമാനത്തിലും എല്ലാം തന്നെ പരിശുദ്ധിയുടെ അങ്ങേയറ്റത്ത് എത്തി നിൽക്കുന്ന ആളെന്ന്. പിന്നെ അതിനേക്കാൾ മേലെ വേറൊരാളെ കാണാൻ കഴിയില്ല. ഖുദ്ദൂസ്, അസ്സലാം, അതേപോലെ തന്നെ സമാധാനം. അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് എല്ലാ സമയത്തും സമാധാനം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് റബ്ബിൻ്റേത്. അപ്പോൾ ആരൊക്കെ അള്ളാഹുവിനെ പ്രാപിക്കുന്നുവോ, ആരൊക്കെ അള്ളാഹു പറഞ്ഞത് കേട്ട് നടക്കുന്നുവോ, അവർക്ക് ഏത് സമയവും സമാധാനം അള്ളാഹു കൈവരുത്തി കൊടുക്കുക തന്നെ ചെയ്യും. അതാണ് സലാം. അൽ മുഅ്മിൻ, അതേപോലെ തന്നെ അഭയകേന്ദ്രമാണ് അള്ളാഹു. അതേപോലെ അൽ മുഹൈമിൻ, അള്ളാഹു മേൽനോട്ടക്കാരനുമാണ്. ഇവിടെ മുഅ്മിൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മിത്രങ്ങൾ, അവൻ്റെ ശിക്ഷയിൽ നിന്ന് നിർഭയമായി കഴിയുന്നവരാണ് എന്ന നിലക്കാണ് അൽ മുഅ്മിൻ. അൽ മുഹൈമിൻ എന്ന് പറയുമ്പോൾ ഒന്നും മറയാത്ത വിധത്തിൽ അള്ളാഹു കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. മറ്റൊരർത്ഥം മേൽനോട്ടം വഹിക്കുന്നവൻ, നിരീക്ഷകൻ എന്നൊക്കെ തന്നെ അതിനർത്ഥം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പറയുന്ന അൽ അസീസ്, കിടയറ്റവനാണ്, അതിജയിക്കുന്നവനാണ്, കീഴടക്കുന്നവനാണ്. ദരിദ്രനെ ധനികനാക്കുന്നതും തകർന്നവനെ കരകയറ്റുന്നവനും തനിക്ക് തൃപ്തിപ്പെട്ട വിഭാഗത്തെ ജയിപ്പിച്ചെടുക്കുന്നവനും ഒക്കെയാണ് അൽ അസീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് ജബ്ബാർ, മഹാനായ രാജാവ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിർബന്ധമായും നടപ്പാക്കുന്നവനെന്ന് പറയാം, സ്വേച്ഛാധിപതി എന്ന് പറയാം. അതുപോലെ തന്നെ ഭയരഹിതമായി ഭയരഹിതമായി പെരുമാറുന്ന രാജാക്കന്മാർക്കും ജബ്ബാർ എന്ന് പ്രയോഗിക്കാറുണ്ട്. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചാകുമ്പോൾ നല്ല നല്ല പദങ്ങൾ മാത്രമേ പ്രയോഗിക്കാവൂ എന്നർത്ഥം. അങ്ങനെ ജബ്ബാറുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അൽ മുത്തക്കബ്ബിർ, അതേപോലെ തന്നെ തൻ്റെ രക്ഷാകർത്തത്തിൽ പ്രകീർത്തിക്കപ്പെടുന്നവനാണ്. അപ്പോൾ അവനെപ്പോലെ ആരുമില്ല, എല്ലാ തിന്മകളിൽ നിന്നും മുക്തനായി ഉയർന്നു നിൽക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അടിയാറുകളുടെ അക്രമത്തിൽ നിന്നൊഴിവായ മഹത്വമുടയവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അഹങ്കാരമുള്ളവനെന്നും ഉടമസ്ഥതയുള്ളവനെന്നും രാജാതിരാജനെന്നുമൊക്കെ ഈ പദത്തിന് അർത്ഥം പറഞ്ഞവരുണ്ട്. അങ്ങനെ മുത്തക്കബ്ബിറുമാണ് അള്ളാഹു സുബ്ഹാനല്ലാഹ്. അള്ളാഹു പരിശുദ്ധനാണ്,
അമ്മാ യുശ്രിക്കുൻ, അവർ ശിർക്ക് കാണിക്കുന്നതിൽ നിന്ന്, അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിൽ നിന്ന്. അഥവാ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നും അവർക്ക് പറയേണ്ടതില്ല. ആ നിലക്ക് അത്രയും നീചരായ ആളുകളാണ് എന്ന് സമർത്ഥിക്കുകയാണ്. വീണ്ടും പറയുന്നു, ഹു അല്ലാഹ്, അവനാണ് അള്ളാഹു, അൽ ഖാലിഖ്, അവൻ സൃഷ്ടാവാണ്. ഖാലിഖ്, ഖൽഖ് എന്നൊക്കെ പറഞ്ഞാൽ ഭാവനയിൽ സങ്കല്പിക്കുക എന്നുള്ളതാണ്. പ്രത്യേക രീതിയിൽ തൻ്റെ പ്രവർത്തനങ്ങൾ കണക്കാക്കുക എന്നും അതിനർത്ഥം പറയാം. അൽ ബാരി, ബാരി എന്ന് പറയുമ്പോൾ ഉണ്ടാക്കുന്നവൻ, വസ്തുക്കളെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് കൊണ്ടുവരുന്ന ശക്തി എന്നതിനർത്ഥം പറയാവുന്നതാണ്. ഖാലിഖാണ്, ബാരിയാണ്. അൽ മുസവ്വിർ, അതേപോലെ തന്നെ ഓരോന്നിനും രൂപം കൽപ്പിക്കുന്നവനാണ് അള്ളാഹു. വസ്തുക്കൾ ഉണ്മയിൽ നിന്ന് വന്ന ശേഷം അവയുടെ ഗുണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് പിന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവക്ക് രൂപം ഉണ്ടാക്കുന്നത്, അവയെ ഇന്ന രൂപത്തിലാവണം എന്ന് വെക്കുന്നത് ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ലഹുൽ അസ്മാഉൽ ഹുസ്ന, അവനൊരുപാട് നല്ല പേരുകൾ. ആ നല്ല പേരുകളെന്ന് പറഞ്ഞാൽ അവൻ്റെ ചെയ്തികളുടെ ഓരോന്നിൻ്റെയും അർത്ഥത്തിൽ പല പല പേരുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്. ഖാലിഖ് എന്ന് പറയുന്നത് പോലെ, ബാരി എന്ന് പറയുന്നത് പോലെ, മുസവ്വിർ എന്ന് പറയുന്നത് പോലെ ഒരുപാട് നല്ല നല്ല പേരുകൾ അള്ളാഹുവിനുണ്ട്. യുസബ്ബിഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന, യുസബ്ബിഹു ലഹു മാഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലുള്ള ഭൂമിയിലുള്ള എല്ലാം അള്ളാഹുവിന് വിധേയമാണ്. ഒരു ധിക്കാരിയായ മനുഷ്യൻ്റെ ഹൃദയം പോലും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ്. അവൻ്റെ ശ്വാസകോശങ്ങൾ മിടിക്കുന്നതടക്കം, അത് ശ്വാസം വലിക്കുന്നതും പുറത്തേക്ക് വിടുന്നതുമൊക്കെ, ഹൃദയം പമ്പ് ചെയ്യുന്നതുമൊക്കെ, മിടിക്കുന്നതുമൊക്കെ അള്ളാഹുവിൻ്റെ കണക്കനുസരിച്ചാണ്. അതെല്ലാം അള്ളാഹുവിന് പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വഹുവൽ അസീസ്, അവൻ പ്രതാപശാലിയാണ്. അൽ ഹക്കീം, യുക്തിമാനാണ്. അള്ളാഹുവിൻ്റെ ഏത് പ്രവൃത്തി നോക്കിയാലും യുക്തി അതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള റബ്ബിനെ വാഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നും നമ്മളെല്ലാം രക്ഷപ്പെടുത്തട്ടെ. അവസാനം സ്വർഗം കരസ്ഥമാക്കുന്ന വിശ്വാസികളിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.